വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് കുറച്ച് അൺബോക്സിങ് വീഡിയോസാണ് കേട്ടോ. അതായത് ഞാൻ നൈക്കയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, മാരേജ് റിലേറ്റഡ് ആയിട്ട്, മാരേജ് അടുപ്പിച്ച്. അപ്പം അത് എനിക്ക് വലിയൊരു ബോക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ എന്തൊക്കെയുണ്ട് എന്ന് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനിപ്പോൾ റെഡി ആയിരിക്കുകയാണ്. അതായത് എനിക്ക് ഈ പൂമാല ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഓർഡർ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അപ്പോൾ ആ സമയം കൊണ്ട് ഇതെടുക്കാം. പിന്നെ നൈക്കയിൽ നിന്ന് ഞാൻ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് എനിക്കിപ്പോൾ നൈക്കയിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഫസ്റ്റ് തിങ് അവർ കറക്റ്റ് ടൈമിൽ സാധനം ഡെലിവറി ചെയ്യില്ല. രണ്ടാമത്തെ തിങ്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് പ്രോഡക്റ്റ് എപ്പോഴും ഇങ്ങനെയാണ് വരുന്നത്. ഡാമേജ് അല്ല, പാക്കിങ് ഡാമേജ്ഡാണ്. ഞാൻ പ്രോഡക്റ്റ് ഞാൻ നോക്കിയില്ല. അതിൽ ഇന്നലെയാണ് സാധനം വന്നത്. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതാണ് പാക്ക് ചെയ്യേണ്ട. കാരണം ഇത് ഓൾറെഡി പാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനിക്ക് കുറേ നാട്ടിന് ശേഷമാണ് ഇത്രയും സാരികൾ ഞാൻ അടുപ്പിച്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ പിന്നെ പിങ്ക് സെയിൽ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയൊരു വ്യത്യാസം തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഫസ്റ്റ് വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സിറമാണ്. ഇത് ഞാൻ എത്ര ബോട്ടിലാണെന്ന് എനിക്കറിയില്ല, ഒരുപാട് ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര റിസൾട്ടാണ് കേട്ടോ. എനിക്ക് കുഞ്ഞു ഹെയർസ് ഗ്രോ ചെയ്യുന്നതിലും ഹെയറിൽ ലെന്ത് വെക്കുന്നതിലും, എൻ്റെ ഹെയർ അത്യാവശ്യം ലെന്ത് വെച്ചു. ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തായിരുന്നു. സെപ്റ്റംബറിൽ ഞാൻ കട്ട് ചെയ്തു. പിന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ലെന്ത് വെച്ചു. അപ്പം പിന്നെ ഹെയർ ഫോൾ എനിക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ ഇത് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. സെക്കൻഡ്, കെമിസ്റ്റ് പ്ലേയുടെ അൺറാം റോൾ. എൻ്റെ പൊന്നു, അടിപൊളി സാധനമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, ഭയങ്കര അടിപൊളി സാധനമാണ് ഇത്. നല്ല സ്മെല്ലാണ്, അതുപോലെ തന്നെ ഡാർക്ക്നെസ് കുറയ്ക്കും. ഞാൻ അങ്ങനെ ഒരു സാധനത്തെ പറ്റി അങ്ങനെ ആവശ്യമില്ലാതെ വെറുതെ പറയില്ല, പക്ഷെ ഇത് അടിപൊളി സ്മെല്ലാണ്. ഓക്കെ, പിന്നെ അങ്ങനെ ഓർഡർ ഒരു 24 hours, ഇവരെത്ര അവേഴ്സാണ് ക്ലെയിം ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ 24 hours ഇതിൻ്റെ ഓർഡർ നിൽക്കും കേട്ടോ. അത്രയ്ക്ക് നന്നായിട്ട് എൻ്റെ ഓർഡർ നിൽക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അൺറാം ഡാർക്ക്നെസ് ഇത് റെഡ്യൂസ് ചെയ്യുന്നതല്ല, എന്താ പറയുന്നത്, ഇത് കൺട്രോൾ ചെയ്യും. മീൻസ് ഉള്ളത് പോകുമെന്ന് എനിക്ക് റിമൂവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതെന്തായാലും കൺട്രോൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അടിപൊളി മണമാണ്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അൺറാം റോള് ആരെങ്കിലും വാങ്ങിക്കാനായിട്ട് ഇരിക്കുന്നെങ്കിൽ ഇത് എടുക്കണം. പിന്നെ അൺറാം റോള് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അതാ ഇവിടെ മടി. അടുത്തത് റെവ്ലോണിൻ്റെ ഐലൈനർ. ഞാൻ ഏത് ഐലൈനർ യൂസ് ചെയ്താലും എനിക്ക് സ്പ്രെഡാവും, സ്മഡ്ജാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരുപാട് ഐലൈനർ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട്, എനിക്ക് ആളുടെ പേര് ഓർമ്മ വരത്തില്ല കേട്ടോ, ആളുടെ ഒരു വീഡിയോയിലാണ് ഈ റെവ്ലോൺ ഈ ഐലൈനറിൻ്റെ കേസ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഞാൻ മേടിച്ചതാണിത്. ആക്ച്വലി ഞാൻ ഇന്ന് തന്നെ മിക്കവാറും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഐ തിങ്ക് ഇറ്റ് ഷുഡ് വർക്ക്. നോക്കട്ടെ. ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ, 1000 rupees ആണ് ഈ ഒരു സാധനത്തിന്. നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഇത് മെബ്ലിൻ്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ ക്രീം എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ഇത് ചിലപ്പോൾ മിക്കവാറും എൻ്റെ ഷെയ്ഡിന് മാച്ച് ആവാൻ വരത്തില്ല. ഇത് കുറച്ചുകൂടെ ഫെയർ സ്കിൻ ആയിട്ടുള്ളവർക്കാണ് മാച്ച് ആവുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ നോക്കാം. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ലിപ്സ്റ്റിക്. ഇത് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ വെനിയർ. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ മറന്നു കേട്ടോ. 10 ലിപ്പി ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. എനിക്കറിയില്ല ഈ ഷെയ്ഡ് എങ്ങനെ ഉണ്ടായിരിക്കും. ഞാനിത് അപ്പം പൊട്ടിച്ച് നോക്കുന്നില്ല. ഇത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ട്രൈ ചെയ്തിട്ട് പറയാം കേട്ടോ. 10 ലിപ്പിയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത് നോക്കാം. നെക്സ്റ്റ്, ഇതും സൂപ്പർ സ്റ്റേയുടെ വേറൊരു ഷെയ്ഡായിരിക്കും. 510 ചാർവ. ഇത് വേറൊരു ഷെയ്ഡാണ്, 510 ചാർമർ. ഓക്കെ, ഇതും എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് ഉള്ളൂ.
റിവ്യൂ നമുക്ക് വേറൊരു വീഡിയോയ്ക്ക് ആയിട്ട് പറയാം. കാരണം ഞാനിപ്പോൾ ഓൾറെഡി ഷുഗറിൻ്റെ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുകയാണ്. എനിക്ക് ആകെപ്പാടെ ഇപ്പോൾ ഒരു ലിപ്സ്റ്റിക്കേ ഉള്ളൂ, ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്ക്. ഞാൻ വിചാരിച്ച് ഒന്ന് മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചു. എപ്പോഴും ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് ഒന്നാണ്. ഇതെന്താ ഇത്? ദിസ് ഈസ് ക്രീം സോപ്പാണ്. ബേസിക്കലി ഞാനിത് വാങ്ങിച്ചത് എന്തിനാണെന്നറിയോ, നമുക്ക് ഷേവ് ഒക്കെ ചെയ്യുമല്ലോ. ഷേവ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ നമ്മൾ ഡവിൻ്റെ സോപ്പാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തത്, ഫോമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ. അത് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് എനിക്ക് ഞാൻ വാക്സ് ചെയ്യുന്നില്ല, ഞാൻ കൂടുതലും ഷേവ് ആയിരിക്കും, റേസർ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ മുറിയുന്നുണ്ട് ചെറുതായിട്ട്, പ്രത്യേകിച്ച് കാലെനിക്ക് നന്നായിട്ട് മുറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഭയങ്കര റിവ്യൂ ആണ് ഇതിൻ്റെ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണ്ടേ എല്ലാവരും. അപ്പം ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതും ഞാൻ ട്രൈ ചെയ്തിട്ട് ഒരു വീഡിയോ എനിക്കിത് ഒന്നും ഷോർട്സ് ആയിട്ട് ഇടാം, ബെറ്റർ അതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കിട്ടുമല്ലോ. എങ്ങനെയുണ്ട് ഞാൻ പറയാം കേട്ടോ. അപ്പം ഈ സാധനം നെക്സ്റ്റ് കെമിസ്ട്രിയുടെ 3 സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ബോഡി വാഷാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ബോഡി വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല സ്മെല്ലായിരുന്നു. പിന്നെ എനിക്ക് ടാൻ റിമൂവലൊന്നും തോന്നിയിട്ടില്ല. ഇതും അതുപോലെ തന്നെ ടാൻ കൺട്രോളിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ മറ്റേ നമ്മളുടെ ഈ PhD ഗസ് സോപ്പ് ഉണ്ടല്ലോ, എനിക്ക് വർക്കായില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അതിലും ബെറ്ററായിട്ട് എനിക്ക് ഇത് വർക്കാവുമെന്ന് തോന്നിയിട്ടുണ്ട്. സോ ഇത് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് നന്നായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് വിസിബിളി ചേഞ്ച് ഇല്ലാത്തയാണോ എന്ന്. എനിക്ക് കൈയൊക്കെ ഭയങ്കര ടാൻഡാണ്. കാരണം ഞാനിങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഒരുപാട് പോകും, വെയിലത്തിറങ്ങും, ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. മാസ്ക് പോയി സൺസ്ക്രീൻ പോലും ഇടാറില്ല. എനിക്ക് ഞാനങ്ങ് ഇറങ്ങിപ്പോകാം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതും ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എത്ര നാൾ നോക്കാം എന്തെങ്കിലും മാറ്റമാണ്. പിന്നെ എൻ്റെ സ്മെല്ല് നല്ലതാണ്, ഭയങ്കര സ്മെല്ലാണ്. ഭയങ്കര അരോചകമായിട്ടുള്ള സ്മെല്ലല്ല, പക്ഷെ ഭയങ്കര കാമിങ് സ്മെല്ലാണ്, കുളിക്കാൻ തോന്നുന്ന സ്മെല്ലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കണേ എന്ന് വിചാരിച്ചതാണ്. പക്ഷെ 400 രൂപ ഇല്ലു. ഇത് കുറേ നല്ല നിൽക്കുകയും ചെയ്യും, കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. ഇനിയിപ്പോൾ മാരേജൊക്കെ വരികയല്ലേ, അപ്പം ചിലപ്പോൾ എനിക്ക് ഇനി കുറച്ചുകൂടെ ഓട്ടം കൂടുകയാണ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എല്ലാം സെറ്റാക്കി വെച്ച് മാരേജിന് മുന്നേ. അപ്പോൾ പിന്നെ എനിക്ക് ഓരോരോ പണികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, വെയിലത്തൊക്കെ ഇറങ്ങിയേ പറ്റുള്ളൂ. 1 വീക്ക് മുന്നേയെങ്കിലും ഞാൻ ഇറങ്ങാണ്ടിരിക്കാൻ ശ്രമിക്കണം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, നോക്കട്ടെ പറ്റുന്ന പോലെ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോഡി വാഷാണ് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. കഴിഞ്ഞു തോന്നി കേട്ടോ, കയ്യിൽ എനിക്കൊരു വിഷമമുണ്ട്, കഴിഞ്ഞിട്ടില്ലോ. ഇത് ബോഡി ലോഷൻ. ഞാൻ പറഞ്ഞ കെമിസ്ട്രിയുടെ 3 സാധനങ്ങളാണ്. ബോഡി വാഷ്, ബോഡി ലോഷൻ, അൺഡ്രാംഡോ. ഈ 3 സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. നമുക്കിത് 3ഉം എങ്ങനെയുണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് പറയാം കേട്ടോ. ഇന്ന് തന്നെ മിക്കവാറും ഞാനൊരു വീഡിയോ എടുക്കും. അപ്പോൾ അതിനകത്ത് ഇതെങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് നമ്മുടെ ഫാനില്ലേ, ഫാൻ. മാരേജിൻ്റെ സമയത്തെ ചൂടായിരിക്കും. എനിക്ക് ഒന്നാമത് AC ഓഡിറ്റോറിയം അല്ല. ഓഡിറ്റോറിയം AC ആക്കുമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ AC ആക്കില്ല, നമ്മൾ എന്ത് ചെയ്യും? മൂന്ന് സ്പീഡാണ്. 1 സൗണ്ട് കേൾക്കുന്നുണ്ടോ? ദിസ് ഈസ് 2, ദിസ് ഈസ് 3. രസമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് വെച്ചിട്ട് വേണം എടുത്തുകൊണ്ട് പോകല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് വിയർത്തൊഴുകും. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പ്രൊഡക്റ്റൊക്കെ വന്നിട്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ നൈക്കിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള കേസൊക്കെ ഞാൻ റിവ്യൂ ആയിട്ട് വേറൊരു വീഡിയോയിൽ. ആക്ച്വലി ഞാൻ ഇന്ന് എനിക്കൊരു കല്യാണത്തിന് പോകണം. അപ്പോൾ ആ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ എന്തായാലും ഇതിട്ട് ഒരുങ്ങി പോകാനായിട്ട് ഇതിലെ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കാം. അപ്പോൾ നമുക്കിത് പറയാമല്ലോ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കേബിൾ വന്നിട്ട് USB ആണ് കേട്ടോ, മറ്റേ C അല്ല. അപ്പോൾ ഇതിൻ്റെ കേബിൾ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കളഞ്ഞു പോയാൽ പിന്നെ ഇപ്പോൾ USB ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന്